വാർത്തയിലേക്കാണ്. കോഴിക്കോട് പള്ളിയോട് ചേർന്ന കെട്ടിടം ദുരൂഹ സാഹചര്യത്തിൽ കത്തി നശിച്ചു. പള്ളിയിലെ മതബോധന ഓഫീസാണ് കത്തി നശിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യം കേരള വിഷൻ ന്യൂസിന്. കോഴിക്കോട് പള്ളിയോട് ചേർന്ന കെട്ടിടം ദുരൂഹ സാഹചര്യത്തിൽ കത്തി നശിച്ചു. പള്ളിയിലെ മതബോധന ഓഫീസാണ് കത്തി നശിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക് കൂടുതൽ വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, എന്തായാലും ഈ പള്ളിയോട് ചേർന്ന് ഈ കെട്ടിടം ദുരൂഹ സാഹചര്യത്തിൽ കത്തി നശിച്ചു എന്ന് അറിയുന്നു. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് അടക്കം വ്യക്തമാണ്. ആ സംഭവ സ്ഥലത്ത് നിന്ന് ഒരാൾ പോകുന്ന ഒരു ദൃശ്യം അടക്കമാണ് ഇപ്പോൾ എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് സത്യാവസ്ഥ? കോഴിക്കോട് ഫ്രാൻസിസ് റോഡിൽ സെന്റ് പാട്രിക്സ് പള്ളിയോട് ചേർന്ന പഴയ കെട്ടിടമാണ് ഇന്ന് പുലർച്ചെ 4:30 കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പള്ളിയുടെ രൂപക്കൂടും ഒപ്പം തന്നെ പള്ളിയിലെ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും ഒക്കെ സൂക്ഷിച്ച കെട്ടിടമായിരുന്നു ഇത്. ഈ കെട്ടിടത്തിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറും ഭാഗികമായിട്ട് കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് പള്ളിയുടെ മതബോധന ഓഫീസ് കൂടിയായിരുന്നു. ആ ഓഫീസാണ് കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ ഒരു നിർണായകമായ ഇടപെടൽ ആദ്യം എടുത്തു പറയണം. അത് 4 ഫയർ എഞ്ചിൻ എത്തിച്ചുകൊണ്ടാണ് ഈ തീ അണച്ചത്. ലത്തീൻ കാത്തോലിക്ക സഭയുടെ കീഴിലുള്ള പള്ളിയാണ് ഈ സെന്റ് പാട്രിക്സ് ചർച്ച്. ഇതിന്റെ രൂപക്കൂട് ഉൾപ്പെടെ കത്തി നശിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഇതിൽ ഏറ്റവും ഗൗരവകരമായ ഒരു കാര്യം, ഇതിൽ ദുരൂഹത ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ തീപിടുത്തം ഉണ്ടായതിന്റെ പുക ഉയരുന്ന ഘട്ടത്തിൽ ഈ കെട്ടിടത്തിന്റെ മുകളിലൂടെ ഒരാൾ നടന്നു പോകുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പള്ളിയുടെ CCTV ദൃശ്യങ്ങൾ വ്യക്തമാണ്. ആ CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരാൾ അതിന് മുകളിലൂടെ നടന്നുപോയി താഴേക്ക് ഇറങ്ങുന്നു, അവിടെ നിന്നും പുക ഉയരുന്നു. പിന്നീടാണ് വലിയൊരു തീപിടുത്തം ഉണ്ടാവുകയും അത് ഈ കെട്ടിടം കത്തി നശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തീ കൊടുത്തതാണോ എന്നൊരു സംശയമുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ചെമ്മങ്ങാട് പോലീസാണ് ഇത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ, ഈ ഒരു ദുരൂഹത നീക്കാനുള്ള ഒരു അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അഗ്നിരക്ഷാ സേനയുടെ ഇടപെടലും എടുത്തു പറയുന്നതാണ്. 4 ഫയർ എഞ്ചിനുകൾ കൊണ്ടുവന്നുകൊണ്ട് ആ തീ പൂർണ്ണമായും അണയ്ക്കുകയും തീ കൂടുതൽ ഭാഗത്തേക്ക് പടരാതെ ഇടപെടുകയും ചെയ്തതിൽ അഗ്നിരക്ഷാ സേനയുടെ ഇടപെടലും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ശരി, വ്യക്തമാണ്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.